ഹായ് എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു ലഞ്ചിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ബർത്ത്ഡേ വിശേഷവും അതുപോലെ ഒരു കുഞ്ഞു ഷോപ്പിങ്ങും ഒക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ വിൻ്ററായ ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. രാവിലെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഇലനും അമ്മനും മഞ്ഞ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇന്ന്. നോക്കി നോക്കൂ, ദൂരെ മസ്ജിദ് മാളൊന്നും കാണുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ദോശയാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇല്ലനും അവനും ബ്രേക്ക്ഫാസ്റ്റ് ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി. പിന്നെ ഇതാകുമ്പോൾ കറിയൊന്നും വേണ്ട, ഹെൽത്തിയാണ്. ഇലനും അമ്മനും ഇവിടെ ചായടി കഴിഞ്ഞ ഉടനെ ഓഫർ ബുക്ക് നോക്കുന്ന തിരക്കിലാണ്. കാക്കു വ്യാഴാഴ്ച സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ലുലുക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ബുക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുകൊണ്ടൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വില കൂടിയതും കുറഞ്ഞതൊക്കെ നോക്കാൻ പഠിഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോയ്സൊക്കെ ഞാൻ 10 ദിർഹമിൻ്റെ താഴെയുള്ളത് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ നോക്കാനൊക്കെ പഠിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വലിയൊരു കാര്യമാണ്. ഈ മുട്ടായികളിൽ ചിക്കൻ ബിരിയാണി, ചിക്കൻ ഗ്രില്ലോ, ഫ്രഞ്ച് ഫ്രൈ, കേടായ ചിക്കൻ എത്രത് കരിഞ്ഞിക്കണല്ലേ? അതൊക്കെ ഓവനിൽ വെച്ചപ്പോ കളഞ്ഞതാ. അതെ, ഓവനിൽ വെക്കുമ്പോ നമ്മള് ഫിഷ് ഗ്രില്ല് കരിഞ്ഞ പോലെ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഗ്രില്ലാക്കണതല്ലേ, അല്ലാതെ കരിഞ്ഞതല്ല. അമ്മനോ ഇനി നമുക്ക് ഉച്ചക്കലേക്ക് ലഞ്ചിന് ചേന കൂട്ടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ചേന കൊണ്ടുള്ള ഒരു അടിപൊളി ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചേന തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടി കഴുകി എടുത്തിട്ട് വരാം. ഇനി അഥവാ വല്ല മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. അപ്പോഴേക്കും എൻ്റെ കൈ ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേന ക്ലീൻ ചെയ്താൽ ചെറുതായിട്ടൊക്കെ ചൊറിയും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചേന കഷ്ണങ്ങൾ. ഇനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. കൂടുതൽ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഇതിലേക്ക് ഓപ്ഷണലായിട്ടുള്ളൊരു സാധനമാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമല്ല. അപ്പോൾ പക്ഷേ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ മസാലപ്പൊടികളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് റബ്ബർ ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ അത് നല്ല വൃത്തിയിൽ ഇരുന്നോളും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല എത്തിക്കിട്ടണം കേട്ടോ. അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട്. ഇനി താഴ്ഭാഗത്ത് എങ്ങാനും മസാല എത്തിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ഈ കാണുന്നത് തക്കാളിയുടെ തൈയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ കറി വെക്കുന്ന തക്കാളിയിൽ നിന്ന് എങ്ങനെ തക്കാളി തൈ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഈ സൺഫ്ലവർ ആണ് കേട്ടോ. ഈ വലിയ ലീഫ് ഉണ്ട്. എന്നിട്ട് ഇത് ടൊമാറ്റോ ആണ് കേട്ടോ. ഈ കാണുന്നത് ടൊമാറ്റോ. എന്നിട്ട് അത്
ഇവിടെ ഇപ്പുറത്തായിട്ടൊരു തക്കാളി തൈ ഉണ്ട്, അതിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടുത്ത ഡെയിൻമേ ലൈഫിലൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഞാൻ ലുലു എന്നൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന ചീര ഉണ്ടാവില്ലേ, അതിൻ്റെ തണ്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയ ചീരത്തൈകളാണ് ഇതൊക്കെ. തെഴുത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതൊക്കെ ഞാൻ വിത്തിന് നിർത്തിയതാണ് കേട്ടോ. നോക്കി നോക്കൂ, വിത്ത് ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിത്ത് പാകി കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ല ചീര കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് പാകി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉണ്ടായാലും ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു KFC ബോട്ടിലാണ് കേട്ടോ മണ്ണ് നിറച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വിത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് സീഡ് കുഴിച്ചിട്ടാലേ അത് മരം ഇത് കുഴിച്ചിടാം. ഓറഞ്ച് അല്ല, അത് ഇതിന്റെ പേരെന്ത്, സീനിക അതോ ഡാലിയ എന്തൊക്കെയാണ്. അപ്പോൾ ഈ സീനിക ഞങ്ങൾ ഇതിലൊന്ന് പാകി കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മളെ സൺഫ്ലവർ സീഡ്. ഞങ്ങൾ അയൽവാസി ചേച്ചി തന്നതാണ്. ഇലാന് ചോദിച്ചിട്ട് ഇട്. എന്നിട്ട് എന്താ ഇവന് കടിച്ച് തിന്നണം, അത് തിന്നണ സൺഫ്ലവർ സീഡ് അല്ലത് കേട്ടോ. അത് തിന്നണത് വേറല്ല, ഇത് സീഡാണ്. മറ്റേത് ഉപ്പിട്ടിട്ട് വരുന്നതല്ലേ. അല്ല, അത് അടിക്ക് പോയിട്ടില്ല. ഒന്നുകൂടെ അടിക്ക് പോയാലുള്ളത് അങ്ങനെ മുളച്ച് വരും. നമുക്ക് അത് കുത്തിയിട്ടോ. അതാ ഇവനിതത് കുത്തിയിട്ട് മേലക്കന്നെ വരുത്തണം. ഇത്ര മതി ഇത് ഉണ്ടായിട്ട് നോക്കാം. ഫുള്ള് സീഡും കഴിക്കണ്ട, ബാക്കി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഓരോ പ്രാവശ്യം ഇത് കുറേ കാലം എടുത്ത് നോക്കാം. ഇതിപ്പോൾ തൽക്കാലം ഇത് മതി. ഇനി ഒന്നും ചെയ്യില്ല, വെള്ളം ഇതിലമ്മ ഒഴിച്ചിക്കണം, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതെന്ത് സീഡായിരുന്നു? തക്കാളി. ആ ഒരു ഡൗട്ട് ഉണ്ട്. ഇതിവിടെ കുഴിച്ചിടാം, അത് കളയണ്ട, അഥവാ നേരെ ആയാലോ. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. കരിഞ്ഞു പോയി. അപ്പം ഞങ്ങൾ വേറെ എന്തെങ്കിലും ബോട്ടിലൊക്കെ കിട്ടുമ്പോൾ അതിൽ ഞങ്ങൾ വീണ്ടും ഡാലിയ പാകും. അങ്ങനെ ഞങ്ങൾ അടുക്കളത്തോട്ടത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കുക്കറിൽ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കടുക് പൊട്ടിക്കാണ്. ഉള്ളി സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നമുക്ക് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു സാമ്പാറാണ്. നമുക്ക് വെറും സവാള മാത്രം മതി ഇട്ടതിന്. പിന്നെ നമ്മൾ നേരത്തെ മസാല പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചേന ഒന്ന് പൊരിച്ചെടുക്കും കൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ നല്ലോണം എണ്ണയിൽ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നുള്ളൂ, എണ്ണ കുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത്ര കുക്കായാലും കുഴപ്പമില്ല. അപ്പം അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ. ഇനി ഒന്നുകൂടെ നല്ലോണം മുറിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ടേക്ക് മുറിക്കുന്നില്ല. അങ്ങനെ ആടായി കഴിഞ്ഞാൽ തടിക്ക് എന്തായാലും അത്ര നല്ലതല്ലല്ലോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ, നല്ല ഇഷ്ടമാണ്. അതുപോലെ കിഴങ്ങുണ്ടല്ലോ, അതും ഇതുപോലെ പൊരിച്ചെടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെരി ഗുഡ്. തൊള്ളോ ടീത്തുണ്ടോ ബസ്സിന്? ശരിക്കും ബസ്സിന് ടീത്ത് ഉണ്ടാവോ? ശരിക്കും ബസ്സിന് ടീത്ത് ഉണ്ടാവോ? ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ ചോറ്, ഉള്ളിസാമ്പാർ, ചേന പൊരിച്ചത്, പിന്നെ മഷ്റൂം മസാല. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് 2 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ അതുപോലെ റെസിപ്പി ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയുടെ ലിങ്ക് താഴെ കൊടുക്കുക, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതിരുന്നത്. പിന്നെ ഇത് ഇന്നലത്തെ ഒരു നാടൻ കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ചൂടാക്കി കഴിക്കുകയാണ്. അപ്പോൾ അത് ചേനയും മത്തങ്ങയും വെച്ചിട്ടുള്ള ഒരു കൂട്ടാനാണിത്. ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ലഞ്ച്. അങ്ങനെ ഇല്ലെനിക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ക്യാമറയുടെ മുകളിൽ ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ടാപ്പ് എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ കുട്ടികൾ അഥവാ കൈ തട്ടിയിട്ട് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്ത് നിൽക്കണമെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. ആയിഷുവിൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് കാക്കു റെഡി ആവാൻ വേണ്ടിയിട്ട് ലവ് ഉണ്ടാക്കിയിട്ട് ഇതാണ് എല്ലാവരും അമ്മേനെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഇഷ്ടം ഉണ്ടാവൂല. ഇഷുക്ക് ഞങ്ങളെ ഇഷ്ടം ഉണ്ടാവും. ഇഷുക്ക് ഞങ്ങളെ ഇഷ്ടം. അങ്ങനെ വൈകുന്നേരം നമ്മൾ മസ്ജിദ് മാളിലേക്ക് വന്നിരിക്കുകയാണ്. കാക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. പാർട്ടിയൊന്നുമില്ല, വെറുതെ പോവുകയാണ്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇങ്ങനെ പോവാറുണ്ട്, അല്ലാത്ത ബർത്ത്ഡേക്കൊന്നും അങ്ങനെ പോകും വരുമൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ മസ്ജിദ് മാളിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ ഡ്രസ്സുള്ള ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ പിന്നെ ഓരോ സാധനം എവിടെ ഇരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് എനിക്കറിയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ പഴയ വ്ളോഗൊക്കെ കണ്ടിരുന്നവർക്ക് അറിയാമായിരിക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വെറുതെ മാളിൽ വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ കറങ്ങുമ്പോഴേക്ക് നടന്ന് വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ അങ്ങനെ വരാറില്ല കേട്ടോ. ഇപ്പോൾ കൊറോണ വന്ന ശേഷം അങ്ങനെ ഒറ്റയ്ക്ക് വരാനുള്ള പെർമിഷനൊന്നുമില്ല കാക്കുവിൻ്റെ അടുത്ത് നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ വരാറില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ എപ്പോഴും വരുകൊണ്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെ ഇരിക്കണമെന്നൊക്കെ അറിയും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള പെൺകുട്ടികളുടെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ്, നിങ്ങൾക്ക് കാണാമല്ലോ എന്ന് കരുതിയിട്ട്. ബർത്ത്ഡേ സെഹ്റ മറിയം എന്നാണ് കേട്ടോ അവളെ വിളിക്കുക. പിന്നെ ഇഷുവിനെ പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ വ്ളോഗിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇഷുവിൻ്റെ ബർത്ത്ഡേക്കാണ് ഞാനും ജെസ്സിയും തമ്മിൽ സ്കൂളിൽ നിന്ന് പോയ ശേഷം വീണ്ടും കണ്ടുമുട്ടുന്നത്. സ്കൂളിൽ ജെസ്സിൻ്റെ നേരെ താഴെ പഠിച്ചായിരുന്നു, പക്ഷേ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇഷുവിൻ്റെ ബർത്ത്ഡേക്ക് കാക്കും എന്താ പറയുക സക്കീറാക്കിയും ഫ്രണ്ട്സാണല്ലോ. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ അറിയുന്നുള്ള ആ ഒരു വിവരം അറിയുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വീണ്ടും നല്ല ഫ്രണ്ട്സായി, എല്ലായിടത്തേക്കും ഒപ്പം പോകാനൊക്കെ തുടങ്ങി. ഞങ്ങളും ഫ്രണ്ട്സാണ്, അവരും ഫ്രണ്ട്സാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. കൊറോണ ഒക്കെ ആയ ശേഷം പാർട്ടിയൊന്നുമില്ല. ജെസ്സിയുടെ നാത്തൂനും പിന്നെ ഞങ്ങൾ 2 ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ കേട്ടോ, ആളൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ ജെസ്സിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി പിന്നെ ജെസ്സി നാത്തൂനും കൂടെ പത്തിരിയും അതുപോലെ മട്ടൻ കറി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും കൂടെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.